രോഗികളിൽ സന്തോഷം പകർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ക്ലൗണിംഗ്. ഫെബ്രുവരി 15 ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേയുടെ ഭാഗമായാണ് ഈ കലാരൂപം അവതരിപ്പിച്ചത്. ആശുപത്രിയിലെ ഹെമറ്റോളജി, മെഡിക്കൽ ഓങ്കോളജി വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഹാസ്യ കലാരൂപമായ ഹോസ്പിറ്റൽ ക്ലൗണിംഗ് ആണ് കൊച്ചി അമൃത ആശുപത്രിയിൽ അവതരിപ്പിച്ചത്. ഫ്രാൻസിൽ നിന്നുള്ള ക്ലൗണിംഗ് കലാകാരന്മാരായ പിന ബ്ലാങ്കഫോർട്ട്, ബ്രൂണോ ക്രിയസ് എന്നിവർ ക്ലൗണിംഗ് അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അത് ഒരുപോലെ ആസ്വാദ്യകരമായി. For us, it's very beautiful, but we are not the most important person. It's more the children, the parents. Since 2016, we play in Amrita Hospital. First time when we were playing as clowns, they don't know what is clown. ചികിത്സയിൽ കഴിയുന്നവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും അവർക്ക് സാന്ത്വനവും വിനോദവും പകരുവാനുമായാണ് ഹോസ്പിറ്റൽ ക്ലൗണിംഗ് സാധാരണയായി സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ ഇതിനകത്തെ പ്രയോജനം കിട്ടുക ആശുപത്രിയിലെ രോഗികൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ്. കാരണം കുട്ടികൾക്ക് ആശുപത്രിയിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ആകാംക്ഷയും എല്ലാം അവരുടെ ചികിത്സയെ ഒരു പരിധിവരെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമുള്ളത് അവരുടെ ആങ്സൈറ്റിയും അവരുടെ സ്ട്രെസ്സും കുറയ്ക്കുവാനായിട്ട് ഇത്തരം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കലാരൂപങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് ഹോസ്പിറ്റൽ ക്ലൗണിങ്ങിൻ്റെ ഒരു പ്രധാന സവിശേഷത. കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ചാൽ മാറാൻ സാധ്യത കൂടുതലുള്ളതും അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളതായതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കഴിയുന്നത്ര പെട്ടെന്ന് കുഞ്ഞിനെ കാണിച്ച് ഈ രോഗം ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 2025 15 ഇതിൻ്റെ തീം ഇൻസ്പയറിംഗ് ആക്ഷൻ. ഫ്രാൻസിലെ പ്രൊഫഷണൽ ക്ലൗണിംഗ് സംഘടനയിൽ അംഗമായ പിന 2016 അമൃത ആശുപത്രിയിൽ ആദ്യമായി ഈ കലാരൂപം അവതരിപ്പിച്ചത്. 4ാം തവണയാണ് പിനയും സംഘവും കേരളത്തിലെത്തുന്നത്. ഈ വ്യത്യസ്ത കലാരൂപത്തെ അടുത്തറിയാനും പരിശീലനം നേടാനും ഏതാനും മലയാളി കലാകാരന്മാരും ഒപ്പമുണ്ട്. ദിനാചരണത്തിന്റെ ഭാഗമായി ബാല്യകാല അർബുദത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ജനം, കൊച്ചി.